ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ, ഇന്ന് രാവിലെ നടന്ന സെമി ഫൈനലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എന്തായിരുന്നു മത്സരം! ആഹാ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടിയ ഓരോ സെക്കൻഡും ആവേശം നിറച്ച ഒരു വേൾഡ് കപ്പ്, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു മത്സരം, അല്ല ഒരു മഹായുദ്ധം തന്നെയായിരുന്നു ഇന്ന് രാവിലെ നടന്നത്. ഒരു വശത്ത് യുവതാരങ്ങളുടെ കരുത്തുമായി വന്ന ഇംഗ്ലണ്ട്, മറുവശത്ത് അനുഭവവും ശക്തിയും നമ്മുടെ ലോക ചാമ്പ്യന്മാരുമായ നമ്മുടെ മെസ്സിയും കൂട്ടരും അങ്ങനെ ഫൈനലിലേക്ക് ഒരു ടിക്കറ്റ് മാത്രം. പക്ഷേ ആ ഒരു ടിക്കറ്റിന് വേണ്ടി കളിക്കാൻ പോരാടിയത് ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ ഭൂരിഭാഗവും ഭൂരിഭാഗവും ഇംഗ്ലണ്ട് തന്നിലായിരുന്നു മുന്നിലെങ്കിലും ഇംഗ്ലണ്ട് ഒരു പകുതി 85 മിനിറ്റ് വരെ വിജയിച്ചു വിജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ആരാധകരുടെ ആഘോഷങ്ങൾ. അതെല്ലാം ഈ പറയും പോലെ മാറ്റിവെച്ച് നമ്മുടെ മെസ്സിയും കൂട്ടരും അടിച്ച് കയറി എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പറയും പോലെ അർജന്റീന ഇപ്പോഴും ഞാൻ പറയുന്നു, കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, അവസാന വിസിൽ ഊതും വരെ അവരെ സൂക്ഷിക്കണം. കാരണം അവരങ്ങനെ ഒരു തോറ്റു കൊടുക്കുന്ന ടീമല്ല, ലോക ചാമ്പ്യന്മാരാണ്. ആ, ഒരു എന്താ പറയണേ ഒരു അവസാന ആണി അടിക്കുമ്പോഴും അവർ എണീറ്റ് വരും. അങ്ങനത്തെ ഒരു ടീമാണ് അർജന്റീന എന്ന് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 85 മിനിറ്റിൽ സമനില ഗോള്, 90+2 മിനിറ്റിൽ ഗോള്, അങ്ങനെ ഒരു ഫിനിഷ്, എല്ലാം ഒരു പൊട്ടിത്തെറി എന്ന് തന്നെ പറയാം. അങ്ങനെ സ്റ്റേഡിയം മുഴുവൻ വെള്ളയും നീലയും നിറഞ്ഞ ഒരു ആഘോഷക്കടലായി തന്നെ മാറുകയാണ് ഉണ്ടായത്. അതെ, നമ്മുടെ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് അർജന്റീനയും നമ്മുടെ മെസ്സിയും കൂട്ടരും കടന്നു. ഇംഗ്ലണ്ട് നിശബ്ദമായി. അങ്ങനെ ഇതാണ് പറയുന്ന ലോക ചാമ്പ്യന്മാരുടെ സ്വഭാവം എന്ന് പറയാം. സമ്മർദ്ദം കൂടുന്തോറും അവർ അപകടകാരികളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏതൊരു ടീമിനേക്കാളും ഭയക്കേണ്ടത് മെസ്സി നയിക്കുന്ന ഈ അർജന്റീനയെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഈ മത്സരത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചത്, ആദ്യ പകുതിയിൽ എന്ത് സംഭവിച്ചു, രണ്ടാം പകുതിയിൽ എന്ത് സംഭവിച്ചു, എവിടെയാണ് ഇംഗ്ലണ്ടിനെ പിഴച്ചത്, മെസ്സിക്ക് അത് കളിക്കാൻ പറ്റിയോ, മെസ്സിനെ എങ്ങനെയാണ് അർജന്റീന ഗോൾ അടിക്കാതെ പൂട്ടിയത്, എല്ലാം നമ്മുടെ അവസാന നിമിഷത്തിൽ മാർട്ടിനാസ് വേൾഡ് കപ്പ് ഫൈനലിൽ നമ്മുടെ സ്പെയിനെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ ഈ കളിയുടെ പൂർണ്ണമായ വിശദീകരണമാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഫുള്ളായി കാണാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ആവേശം നിറഞ്ഞ ഫസ്റ്റ് ഹാഫ് നമ്മുടെ റഫറി വിസിലൂതി എന്ന സെമി ഫൈനൽ ഒരു യുദ്ധം തന്നെയായിരുന്നു. കാരണം അർജന്റീന നമ്മുടെ ഇംഗ്ലണ്ട്, ആദ്യ മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ഹൈ പ്രസ് ഗെയിമാണ് കളിച്ചത്. അർജന്റീന അതിൽ തന്നെ പകുതിയിൽ പൂട്ടാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം. ഒരു വശത്ത് അർജന്റീന പാസ് ചെയ്ത് പലപ്പോഴും കളിയുടെ വേഗം നിയന്ത്രിക്കാനും നമ്മുടെ കളിയുടെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒട്ടും വിട്ടുകൊടുക്കാത്ത ടീമായിരുന്നു ഇംഗ്ലണ്ടും തിരിച്ച് അതേപോലെ തന്നെ നല്ലൊരു ആക്രമണവും നല്ലൊരു പ്രതിരോധവും തീർത്തു ഒരു നല്ലൊരു കളി തന്നെയാണ് ഇംഗ്ലണ്ട് കാഴ്ചവെച്ചത്. നമ്മുടെ മെസ്സി കഴിഞ്ഞ സെമി ഫൈനലിൽ നമ്മുടെ എംബാപ്പയെ സ്പെയിൻ പൂട്ടിയ പോലെ മെസ്സിയെ പൂട്ടാൻ മാക്സിമം ശ്രമിച്ചു എന്ന് തന്നെ പറയാം. അതിൽ അവർ വിജയിച്ചു. മെസ്സിയുടെ കയ്യിൽ പന്ത് എത്തുമ്പോഴേക്കും നമ്മുടെ ഹാരി കെയ്നും നമ്മുടെ ഗോൾഡനും ഒക്കെ ഫുൾ അവനെ തന്നെ വാച്ചിങ് ആയിരുന്നു. ഒരു തരത്തിലും അവനെ അനുവദിക്കാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ട് മെസ്സി തുടക്കം തന്നെ ബാക്കിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നു. മധ്യനിരയിൽ ഓരോ പന്തിനുള്ള പോരാട്ടം, നിരവധി ഫൗളുകൾ, അതായത് ശക്തമായ ടാക്കിളുകൾ, സമ്മർദ്ദം, ഭയങ്കര ഒരു തല്ലുമാല തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഇംഗ്ലണ്ടാണ് ഈ വിങ്ങിലൂടെ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ മറ്റേ അർജന്റീന കൗണ്ടർ അറ്റാക്ക് കൂടിയായിരുന്നു മറുപടി നൽകിയത്. ഒരേ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ വേഗത, മറുവശത്ത് ഇംഗ്ലണ്ടിൻ്റെ അനുഭവ പരിചയവും പ്രതിരോധവും അത് തന്നെയായിരുന്നു ആദ്യ പകുതി പൂർണ്ണമായുള്ളത്. ഇരു ടീമുകളും നല്ല അവസരങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചെങ്കിലും അവസാനം ഫിനിഷിങ്ങിൽ നമുക്ക് ചെറിയ പിഴവുകൾ നടത്തി അത് ഗോൾ അടിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയി. കൂടാതെ നമ്മുടെ ഗോൾ കീപ്പർമാരെല്ലാം രണ്ട് ടീമിൻ്റെയും പ്രതിരോധ നിരയും എല്ലാം മാക്സിമം നന്നായി കളിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോ നിമിഷവും ടെൻഷൻ നിറഞ്ഞതായിരുന്നു. ആരാകും ആദ്യം ഗോൾ അടിക്കുക എന്നുള്ള ചിന്ത തന്നെയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അവസാന പകുതി അവസാനിക്കാറായി. അവസാന പകുതി വിസിൽ വീഴുമ്പോഴും നമ്മുടെ ഗോൾ മുഖത്ത് 0-0 എന്നുള്ളത് തന്നെയായിരുന്നു. അത് നമ്മുടെ ടെൻഷൻ ഒതുക്കി. കാരണം എന്താകും അവസ്ഥ, രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം. മെസ്സിക്കാണെങ്കിൽ കളിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മെസ്സിനെ പൂട്ടുന്ന രീതിയിലേക്ക് പോയി. അർജന്റീനയ്ക്കായാലും ഗോൾ നേടാൻ സാധിക്കുന്ന, ഇംഗ്ലണ്ടിനായാലും ഗോൾ നേടാൻ സാധിക്കില്ല. രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെ എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ 45 മിനിറ്റും കഴിഞ്ഞു, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. തല്ലുമാല എന്ന് പറയും, രണ്ടും മാക്സിമം ഇടിയിലേക്ക് പോകുന്തോറും ഭയങ്കര അറ്റാക്കിംഗ് ഗെയിം ആണ് രണ്ടുപേരും കളിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു 0-0. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. ഇനി സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറമായിരുന്നു. കാരണം നമ്മൾ കാത്തിരുന്നത് നോർമൽ ഗെയിം ആയിരുന്നുവെങ്കിൽ അതായിരുന്നു സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഗെയിം. സെക്കൻഡ് ഹാഫിലായിരുന്നു പകുതി വിസിൽ മുഴങ്ങിയോടെ പൊരിഞ്ഞ
പൊരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ക്ഷമയും എല്ലാം ഒരു ഗോൾ 2 ടീമിന് ഒരു ഗോൾ അടിച്ചേ പറ്റൂ. ഈ അറ്റാക്കോടുന്ന അറ്റാക്ക്. അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. മെസ്സിനെ അനുവദിക്കാതെ മെസ്സി മാക്സിമം ആഴത്തിലേക്ക് ഓരോ ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാലും മെസ്സിയാണ് കളി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. മെസ്സിയുടെ കയ്യിൽ നിന്നുള്ള പാസുകളാണ് നമ്മുടെ അർജന്റീന ഗോൾ മുഖത്തേക്ക് ഇംഗ്ലണ്ടിലേക്ക് എത്തിക്കാൻ വരെ സാധിച്ചത്. അതേപോലെ തന്നെ നല്ലൊരു ഗെയിം തന്നെയാണ് മെസ്സി അറ്റാക്കിൽ നിന്ന് ബാക്കിലേക്ക് ഇറങ്ങി കളിച്ചെങ്കിൽ നന്നായി കളിച്ചു. അങ്ങനെ 55-ാം മിനിറ്റിലാണ് ആ മുഹൂർത്തം വന്നത്. ഇംഗ്ലണ്ട് കാത്തിരുന്ന മുഹൂർത്തം. നമ്മുടെ അന്താണി ഗോൾഡൻ എന്ന ആ ഫുട്ബോളർ നല്ല പന്ത് വലയിലാക്കി. അങ്ങനെ 1-0 ഇംഗ്ലണ്ട് 55-ാം മിനിറ്റിൽ 1-0 മുന്നിലെത്തി. ഇംഗ്ലണ്ട് ആരാധകരും എല്ലാവരും ആഘോഷമായ തിമിർപ്പമായി. നമ്മുടെ അർജന്റീന ആരാധകരും നല്ല നെഞ്ച് പൊട്ടിയ അവസ്ഥ തന്നെയായിരുന്നു. 1-0 55 മിനിറ്റ് കഴിഞ്ഞു. 1-0 എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ബ്രസീലും കൂടാതെ ബ്രസീൽ ആരാധകരൊക്കെ ഭയങ്കര ഹാപ്പിയായി കാണും. കാരണം ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ അർജന്റീന പുറത്തേക്ക്. അങ്ങനെയാണെങ്കിൽ അർജന്റീനയും ബ്രസീലും എല്ലാം ഒരു കൂട്ടത്തിൽ തന്നെ പോകുമല്ലോ. അങ്ങനെയാണ് അർജന്റീന 55-ാം മിനിറ്റിൽ 1-0 മുന്നിലെത്തിയ അവർ. പക്ഷേ അത് എന്താ പറയണേ, അർജന്റീന കഴിഞ്ഞ മത്സരം സംഭവിച്ച പോലെ 1-1 കാത്തു നിന്നിട്ട് ഇഞ്ചുറി ടൈമിലാണ് അവർ 2 ഗോൾ എക്സ്ട്രാ ടൈമിലാണ് 2 ഗോൾ അടിച്ച് അവർ 3-1 വിജയിച്ചത് സ്വിറ്റ്സർലൻഡിലെ. നമുക്കറിയാവുന്ന കാര്യമാണ്. അവരൊരിക്കലും ഈ സമ്മർദ്ദത്തിൽ വഴങ്ങി നിരാശരാകുന്ന ടീമല്ല. അവസാന നിമിഷം വരെ അവർ തിരിച്ച് പോരാടും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ഗോൾ വഴങ്ങിയിട്ട് അവർ പതറിയില്ല എന്ന് തന്നെ പറയും. മെസ്സി കൂടുതൽ ആഴത്തിലിറങ്ങി കളി നിയന്ത്രിക്കാൻ തുടങ്ങി. ഓരോ പാസിലും മുന്നേറ്റത്തിലും അദ്ദേഹം ടീമിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അത് ഇംഗ്ലണ്ടിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ആക്കി. കൂടുതൽ സമ്മർദ്ദം അവർക്ക് നേരിടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കാത്തിരുന്ന അടുത്ത മിനിറ്റ് എത്തി. 84 മിനിറ്റ് ശേഷം, അതായത് 84 മിനിറ്റിൽ പിന്നിൽ നിന്ന്, അതായത് 1-0 പിന്നിൽ നിന്ന് അർജന്റീന 85-ാം മിനിറ്റ് മെസ്സിയുടെ നല്ല അതിമനോഹരമായ നീക്കത്തിലൂടെ എൻസോ ഫെർണാണ്ടസ് അങ്ങനെ ഗോളാക്കി. അങ്ങനെ 1-1, അതെ 1-1 അങ്ങനെ ഗോളാക്കി. നമ്മുടെ സമനില ഗോൾ നേടി. അങ്ങനെ 85 മിനിറ്റ് കളി തീരാൻ വെറും 5 മിനിറ്റ് ബാലൻസ് ബാക്കി നിൽക്കുകയാണ് നമ്മുടെ എൻസോ ഫെർണാണ്ടസ് മെസ്സിയുടെ നല്ല തകർപ്പൻ പാസിലൂടെ ഗോൾ നേടിയത്. അങ്ങനെ സ്റ്റേഡിയത്തിൽ അർജന്റീന എന്ന ശബ്ദം മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. എന്നിട്ടും ഈ അർജന്റീന നിർത്തിയില്ല എന്ന് തന്നെ അറിയാം. നമുക്ക് കഴിഞ്ഞ കളികളെ പോലെ 2-1 മുന്നിലെത്തിയിട്ട് അവസാനം എക്സ്ട്രാ ടൈമിൽ പിന്നെയും ഗോൾ അടിച്ച് കയറ്റിയവരാണ് ഇവർ. അതേപോലെ തന്നെ അങ്ങനെ 90 മിനിറ്റ് കഴിഞ്ഞു. 90+2 നമ്മുടെ കുറച്ച് സമയം അനുവദിച്ചു. അതിൻ്റെ കൂടെ രണ്ടാം മിനിറ്റിൽ പിന്നെയും മെസ്സി കൊടുങ്കാറ്റായി എന്ന് പറയാം. നമ്മുടെ അർജന്റീനയെ മെസ്സി കൊടുങ്കാറ്റാക്കി തീർത്തു. നമ്മുടെ അർജന്റീന കൃത്യമായ ക്രോസ്, മനോഹരമായ ക്രോസ്, നല്ല എന്താ പറയണേ ക്രോസ്. ആ ക്രോസ് നമ്മുടെ മാർട്ടിനാസ് തലയുടെ അടിപൊളി ഹെഡറിലൂടെ ഗോളാക്കി മാറ്റി. ഗോൾ അങ്ങനെ 2-1. അതെ 92-ാം മിനിറ്റിൽ 2-0 2-1 അങ്ങനെ അർജന്റീന മുന്നിലെത്തി. അങ്ങനെ ഒരു നിമിഷം ഇംഗ്ലണ്ട് ആരാധകർ നിശബ്ദരായി പോയി എന്ന് പറയും. അമ്മാതിരി ക്രോസും അമ്മാതിരി ഹെഡറും. ആ ക്രോസ് എന്താ പറഞ്ഞത്, കറക്റ്റ് വരച്ച പോലെയായിരുന്നു ആ ക്രോസ്. അമ്മാതിരി ക്രോസ് ആയിരുന്നു. അങ്ങനെ അവസാന മിനിറ്റിൽ മിഴുങ്ങിയപ്പോൾ നമ്മുടെ ഇംഗ്ലണ്ട് നമ്മുടെ സ്വപ്നവുമായി, അതായത് 1966 ശേഷം വേൾഡ് കപ്പ് എന്ന സ്വപ്നമായി വന്ന ഇംഗ്ലണ്ട് നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയായി. കാരണം രണ്ടാമത്തെ തുടർച്ചയായ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് നമ്മുടെ അർജന്റീന, കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് ചാമ്പ്യന്മാർ, ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ മെസ്സി പിന്നെയും മുത്തമിടുമോ എന്ന് തന്നെ നമുക്ക് നോക്കേണ്ടി വരും. കാരണം തുടർച്ചയായ 2ാം വേൾഡ് കപ്പിൽ മെസ്സി മുത്തമിടുമോ? ഗോൾഡൻ ബൂട്ട് 2ാമതായും കിട്ടുമോ? ഈ പ്രാവശ്യം 2 ഗോൾ പാസിലൂടെ മെസ്സി ഗോൾഡൻ ബൂട്ടിൽ മുന്നിലാണ് മെസ്സി ഗോൾഡൻ ബൂട്ട്. കാരണം കറക്റ്റ് 2 പാസും ഇന്നത്തെ ഗോളടിയിലെ 2 പാസും അവൻ തന്നെയാണ് നൽകിയത്. 2 അസിസ്റ്റും അവനാണ് നൽകിയത്. അതുപോലെ തന്നെ വളരെ എന്താ പറയുന്നത്, 2-1 അങ്ങനെ അവസാന വിസിൽ മുഴുങ്ങി. അങ്ങനെ അർജന്റീന ഫൈനലിലേക്ക് കടന്നു. ഇനി ഒന്നും പറയാനില്ല. ഇംഗ്ലണ്ട് ഉടനീളം മികച്ച കളിയാണ് കാഴ്ചവെച്ചതെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നുവെങ്കിലും നമ്മുടെ സ്പെയിനെ നേരിടാൻ യോഗ്യത നേടിയത് നമ്മുടെ അർജന്റീന മാത്രമാണ്. അങ്ങനെ മറ്റൊരു വേൾഡ് കപ്പ് ഫൈനൽ 20-ാം തീയതി നമ്മൾ കാത്തിരിക്കുന്നത് അർജന്റീന സ്പെയിൻ. അങ്ങനെ നമ്മളെ തുടർച്ചയായ 2ാം വേൾഡ് കപ്പ് ഫൈനലിലേക്കും വേൾഡ് കപ്പ് എന്ന സ്വപ്നത്തിലേക്കും അർജന്റീനയും കൂട്ടരും എത്തി. ഒരിക്കലും പറയുന്ന അവസാന നിമിഷം വരെ പോരാടുന്നവരാണ് ഈ അർജന്റീന എന്ന് ഈ കഴിഞ്ഞ 2-3 മത്സരത്തിലൂടെ നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് എഴുതി തള്ളാൻ സാധിക്കില്ല. സ്പെയിൻ നല്ലൊരു വെല്ലുവിളി തന്നെയായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. ഒരു തരത്തിൽ അവർ വിട്ടുകൊടുക്കുന്ന ടീമല്ല. അങ്ങനെ നല്ലൊരു കളി കാണാൻ സാധിച്ചു. നല്ലൊരു എന്താ പറയണേ, വളരെ മനോഹരമായ ഒരു കളി. ഇംഗ്ലണ്ട് നല്ലൊരു കളിക്കാരാണ്. ഇംഗ്ലണ്ടിൻ്റെ ബെല്ലിഗ്രാം
എല്ലാം ഹാരി കെയ്നും എല്ലാവരും മികച്ച കളിക്കാർ തന്നെയായിരുന്നു. പക്ഷേ എന്തോ അവർക്ക് കളി ഈ ഫൈനൽ മെസ്സി അർജന്റീനയുടെ അടുത്ത് പരാജയപ്പെടേണ്ടി വന്നു. അങ്ങനെ ഇവർ 17, 16 മത്സരങ്ങൾ മത്സരിച്ചെങ്കിലും ഏഴാമത്തെ തോൽവിയാണ് അങ്ങനെ ഇംഗ്ലണ്ടിനുണ്ടായത്. അങ്ങനെ കളി അവസാനിച്ചു. 2-1 നമ്മുടെ അർജന്റീന ഫൈനലിലേക്ക് കടന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്നത്തെ കളീനെക്കുറിച്ച്? ആരാകും നമ്മുടെ മാൻ ഓഫ് ദ മാച്ചായി നേടുന്നത്? മെസ്സി ആവുമോ? അതോ ഫെർണാണ്ടസ് ആവുമോ? അതോ മാർട്ടിനസ് ആവുമോ? ആരാകും? കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. അപ്പോൾ 20-ാം തീയതി ഫൈനലുണ്ട്, കാണണം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഫൈനലിന് വേണ്ടി. അർജന്റീന സ്പെയിൻ. ഓക്കെ, ബൈ.